മമ്മൂട്ടി മോഹൻലാലും മലയാളത്തിൻ്റെ നല്ല ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കൾ, സംശയം ആർക്കും തന്നെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാൻ ഫൈറ്റ് നടത്തിയാലും ഗംഭീര അഭിനേതാക്കൾ എന്ന് പ്രൂവ് ചെയ്ത്, ഇനി പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല, അവർ അതുപോലെ തെളിയിച്ചവരാണ്. മോഹൻലാലിൻ്റെ ഇനിയുള്ള ചിത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ്. മോഹൻലാൽ സ്ഥിരം ഒരു ആക്ഷൻ പാക്ഡ് സിനിമകളാണ് കൂടുതൽ ഇപ്പോൾ ചെയ്തു വരുന്നത്. അഭിനയ പ്രാധാന്യങ്ങൾ അധികം എടുക്കുന്നില്ല. എന്നാൽ മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന് പറഞ്ഞ ചിത്രം ഒരുപക്ഷെ ഒരു ഫീൽ ഗുഡും മോഹൻലാലിന് അത്യാവശ്യം അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയായിരിക്കും. പലരും ഫേസ്ബുക്കിനകത്ത് ചാറ്റിങ്ങിലൂടെ തരുൺമൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊരു തുടരും പോലെ ഒരു ഭയങ്കര ആക്ഷൻ, അതിന് മണ്ടയ്ക്ക് നിൽക്കുന്ന ആക്ഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ജോണറേ അല്ല, വേറൊരു രീതിയിലൊരു സിനിമയാണ് ഇത്, ആക്ഷൻ പാക്ഡ് അല്ല, അഭിനയ സാധ്യതയൊക്കെ ഉള്ളൊരു സിനിമ തന്നെ ആയിരിക്കും. അന്നേരം അത് നല്ലൊരു പടമായിരിക്കാം. അതിനുശേഷമുള്ള ദിലീഷ് പോത്തൻ്റെ നെടുങ്കണ്ടം മിറാക്കിൾ എന്തായാലും അഭിനയ സാധ്യത മോഹൻലാലിൻ്റെ ഉറപ്പായിട്ടും കാണാം, പ്രതീക്ഷിക്കാവുന്ന ചിത്രം തന്നെയാണ്. അതിനകത്ത് ആക്ഷൻ കാണുമായിരിക്കാം, ഈ പറഞ്ഞ പോലെ ത്രില്ലർ എലമെൻ്റൊക്കെ കാണുമായിരിക്കും. എന്നാലും മോഹൻലാലിൻ്റെ ഇതുവരെയും കാണാത്തൊരു ആക്ഷൻ പാക്ഡ് ആണ്. പക്ഷേ ആക്ഷൻ മുഴുനീള ആക്ഷൻ സിനിമ ആയിരിക്കത്തില്ല. അങ്ങനെ മോഹൻലാൽ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ട്. കാരണം തരുൺമൂർത്തി പടം, ദിലീഷ് പോത്തൻ പടം സേഫ് സോണിൽ നിന്നൊക്കെ ഡയറക്ടേഴ്സിൽ നിന്ന് മാറിയിട്ടുണ്ട്. മമ്മൂട്ടി നേരെ തിരിച്ചും. മമ്മൂട്ടി ഇപ്പം ഭ്രമയുഗം, കാതൽ, പുഴു പോലുള്ള സിനിമകളിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വരുന്ന കുറച്ച് പ്രോജക്റ്റുകൾ, അതായത് മട്ടാഞ്ചേരി മാഫിയ, ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ്. ഗംഭീരമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം ഗംഭീരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ നന്നായിട്ട് കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ നിതീഷ് സഹദേവൻ്റെ പടം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന് പേരിട്ടിട്ടില്ല. അത് ഈ ജൂലൈ അവസാനം തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സിനിമയാണ്. ഒരു പക്ക ആക്ഷൻ കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വരുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് ഗിരീഷ് ഏടിയുടെ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ പടം കണ്ണൂർ സ്ക്വാഡ് 2, CBI 6 ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം ഉണ്ട്. CBI 6 കേമതു എസ് സ്വാമി ടീമല്ല എന്നും പറയപ്പെടുന്നു. എന്തായാലും മമ്മൂട്ടിയും ട്രാക്ക് മാറ്റുന്നു, മോഹൻലാലും ട്രാക്ക് മാറ്റുന്നു. ഇവർക്ക് ട്രാക്ക് മാറ്റണമെന്നൊക്കെ ഒരു സെക്കൻഡ് മതി. എന്തായാലും രണ്ടുപേരുടെയും ഈ ട്രാക്ക് മാറ്റുന്നതൊക്കെ വിജയങ്ങളാകട്ടെ. നിങ്ങൾ ഇവരിൽ എങ്ങനെ പ്രതീക്ഷ അറിയിക്കും?